ജോളി വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. വാസ്തവത്തിൽ ജോളി കുറ്റാരോപിത മാത്രമാണ്. ഇപ്പോൾ അവസാന കേസുമായി ബന്ധപ്പെട്ട ട്രയൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 5-6 വർഷമായിട്ട്. അതിൽ കോടതി പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ ശരിവെച്ച് അവർ കുറ്റക്കാരിയാണെന്ന് പറഞ്ഞാൽ മാത്രമാണ് അവരുടെ പേരിൽ ആ കുറ്റകൃത്യം നിലനിൽക്കുള്ളൂ. ഇഷ കേസുമായി ബന്ധപ്പെട്ട ഫയല് നമ്മളുടെ ഓഫീസിലുണ്ട്. ഞാൻ ആ ഫയൽ എടുക്കുന്ന സമയത്ത് അന്ന് അവിടെയുള്ള എൻ്റെ ഒരു സീനിയർ പറഞ്ഞു, നീ ആ ഫയൽ എടുക്കണ്ട, ആ ഫയൽ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് അത്ര നല്ല ദിവസമായിരിക്കില്ല. പൊതുസമൂഹത്തിന് സാറിനോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പല ഘട്ടത്തിലും എനിക്കടക്കം എല്ലാ ജൂനിയേഴ്സിനും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് പുള്ളിയുടേതായ ന്യായമുണ്ട്. തമാശയൊക്കെ എൻജോയ് ചെയ്യുന്ന, തമാശ പറയുന്ന ഒക്കെ ആളാണ്. പക്ഷേ ജോലി സമയത്ത്, പ്രത്യേകിച്ച് കോടതി സമയത്ത് തമാശയൊന്നുമില്ല. ഇപ്പോ നമ്മൾ കൂടത്തായി കേസ് കണ്ടിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയുന്നൊരു കേസുമാണ്. അപ്പൊ എല്ലാവരുടെയും ചോദ്യമാണ്, ജോളി രക്ഷപ്പെടുമോ, പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? വാസ്തവത്തിൽ ജോളി കുറ്റാരോപിത മാത്രമാണ്. ഇപ്പോൾ അവർ അണ്ടർ ട്രയലാണ്, അല്ലെങ്കിൽ റിമാൻഡ് പ്രതിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ നേരത്തെ പറഞ്ഞു, കളർ ഡ്രസ്സൊക്കെ ഇട്ട് കോടതിയിൽ വന്ന് പരീക്ഷ എഴുതാൻ പോയതാണ്. പരീക്ഷ എഴുതുന്ന കാര്യം മുമ്പ് ഒരു കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ണൂർ വനിതാ സെൻട്രൽ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 1.5 വർഷം മുമ്പാന്ന് തോന്നുന്നു. അന്ന് ഞാൻ പോയപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഞാൻ ഡിഗ്രി ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. ഇപ്പോൾ അവർ ഡിഗ്രി അവസാന വർഷ പരീക്ഷയാണ് ഇപ്പോൾ എഴുതിയിട്ട്. ആ ഫുട്ടേജൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായത്. ആക്ച്വലി ഒരു 6 പേരുമായി ബന്ധപ്പെട്ട ആരോപണമാണ് അവരുടെ പേരിലുള്ളത്. അതിലെല്ലാം അണ്ടർ ട്രയലാണ്. 2019 തുടക്കം കുറിച്ച ഈ കേസ് ഇപ്പോൾ 2026 നിൽക്കുന്നു. ഏകദേശം 7 വർഷമായി. അതിൽ അവസാന കേസുമായി ബന്ധപ്പെട്ട ട്രയൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 5-6 വർഷമായിട്ട്. ഇനി ബാക്കി 5 കേസിലെ ട്രയൽ ബാക്കിയുണ്ട്. ഇനി ഈ 5 കേസിലെ ട്രയൽ കഴിയണം. ദെൻ അതിൽ കോടതി പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ ശരിവെച്ച് അവർ കുറ്റക്കാരിയാണെന്ന് പറഞ്ഞാൽ മാത്രമാണ് അവരുടെ പേരിൽ ആ കുറ്റകൃത്യം നിലനിൽക്കുള്ളൂ. അത് ഏകദേശം ഒരു മിനിമം ഒരു 20 വർഷത്തെ പ്രൊസീജിയർ ആയിരിക്കാം. കാരണം ആദ്യ ഒരു കേസിൽ തന്നെ ഇപ്പോൾ ഏകദേശം 6 വർഷത്തോളമായി. ഇനി 5 കേസ് പെൻഡിങ് ഉണ്ട്. ദെൻ അവർക്ക് അനുകൂലമല്ലാത്തൊരു വിധിയാണ് വരുന്നതെങ്കിൽ അവർക്ക് അപ്പീൽ പോകാനുള്ള ഓപ്ഷനുണ്ട്. ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. സമയം ഇങ്ങനെ ഒത്തിരി കിടക്കണം. അപ്പോ അഡ്വക്കേറ്റ് ഇംപ്ലൈ ചെയ്യുന്നത് ചിലപ്പോൾ വിചാരണ കാലാവധി തീരുന്നതിന് മുൻപ് ജോളി മരണപ്പെടാൻ പോലും സാധ്യതയുണ്ട് എന്നാണോ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് വേണമെങ്കിൽ നിഗമിക്കാം. ഇല്ല, എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? 56 വയസ്സുള്ള ഒരു സ്ത്രീ ഒരു 30 വർഷം അല്ലെങ്കിൽ 35 വർഷം ഈ പ്രൊസീജിയേഴ്സ് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും, അവർ ഇനി പുറത്തേക്ക് വരാൻ കഴിയുമോ? അല്ല, ആയുസ് ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണല്ലോ. എന്തായാലും ഈ കോടതി പ്രൊസീഡിങ്സ് തീരാൻ വേണ്ടി ഏകദേശം ഇപ്പോൾ ഒരു കേസിൽ തന്നെ 6 വർഷത്തോളം എടുത്തു. ബാക്കി ഇനി 5 കേസുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ജോളി വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. മുന്നോട്ട് പഠിക്കണം, അത് ചെയ്യണം, അതാകണം, ഇതാകണം എന്ന് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനർത്ഥം അവർക്ക് പുറത്തു വരാനുള്ള പഴുതുകൾ ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് എന്നാണോ? ഉറപ്പായിട്ടും അവർ ശുഭാപ്തി വിശ്വാസത്തിലായിരിക്കുമല്ലോ അവർക്ക് വേണ്ടി കേസ് നടത്തുന്നത്, വക്കീൽ കേസ് നടത്താം. അതെ, അതിനൊരു റിസൾട്ട് ഉണ്ടാവും എന്ന് അവർക്കൊരു ഉറപ്പുണ്ടാവും. ജോളി കേസിൽ ഈ പറഞ്ഞ തെളിവുകളെല്ലാം അവർക്ക് പ്രതികൂലമായിട്ടാണോ നിൽക്കുന്നത്, അതോ പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ? ഇതന്നെയായിരുന്നു ആദ്യത്തെ ചോദ്യം. അതൊരു അണ്ടർ ട്രയലാണത്. ആ കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൽ എനിക്ക് പരിമിതികളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കൂടത്തായി കേസിൽ ആദ്യം ആളൂർ അപ്പിയർ ചെയ്യാൻ പോകുമ്പോൾ ജോളി പറയുന്നുണ്ട്, സൗമ്യ കേസിൽ അപ്പിയർ ചെയ്ത ഗോവിന്ദസ്വാമിക്ക് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്ത അഡ്വക്കേറ്റ് എനിക്ക് വേണ്ടി വാദിക്കണ്ട എന്ന് പറഞ്ഞ നന്മമരമായ ജോളിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ആളൂർ തന്നെയാണ് ഈ കേസ് വാദിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? നേരത്തെ പറഞ്ഞ ഗോവിന്ദസ്വാമിക്ക് വേണ്ടി അപ്പിയർ ചെയ്ത ആളൂർ എനിക്ക്
ക്ക് വേണ്ടി അപ്പിയർ ചെയ്യേണ്ട എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഞാനും ആ കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുള്ളൂ. ഞാൻ നേരത്തെ അവസാനിപ്പിച്ച എൻ്റെ ഒരു 2019-22 കാലഘട്ടത്തിലെ കോഴ്സ് പൂർത്തിയാക്കി ഞാൻ ആളൂർ സാറുടെ ഓഫീസിൽ വന്നതിന് ശേഷമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ട്രയലും മറ്റു പ്രൊസീഡിങ്സിലും ഞാൻ ഭാഗമാവുന്നത്. അപ്പോൾ ആ ഭാഗമായതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കക്ഷിയായിട്ട് എനിക്ക് ജോളിയമ്മയെ ഫീൽ ചെയ്തിട്ടില്ല. ജോളിയമ്മ അതാണ് അവരുടെ മുഴുവൻ പേര്. അങ്ങനെ ഓക്കെ. ഞാൻ സ്നേഹത്തിന്റെ പുറത്ത് അല്ല, മുഴുവൻ പേര് ജോളിയമ്മ ജോസഫ് എന്നാണ്. കക്ഷിയെ ജോളിയമ്മ എന്ന് തന്നെയാണ് സാറും വിളിച്ചുകൊണ്ടിരുന്നത്. ഞാനും ആദ്യം കരുതിയിട്ടുണ്ട് എന്താണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന്. പിന്നീടാണ് അത് മുഴുവൻ പേര് അങ്ങനെയാണെന്ന് മനസ്സിലായി. കക്ഷിയെ മുഴുവൻ പേരിൽ അഭിസംബോധന ചെയ്യുന്നതാണ് സാറിന് ഇഷ്ടം. സാറ് പോലും കക്ഷിയെ ജോളിയമ്മ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ജോളിയും ആളൂരും തമ്മിലുള്ള ബന്ധം, ഐ മീൻ സ്നേഹബന്ധം അല്ലെങ്കിൽ ഈ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള ഒരു കക്ഷി വക്കീല് ആ രീതിയിലുള്ള ഒരു അത് തന്നെയാണ് അതിന്റെ ഡെപ്ത്. ഞാൻ മറ്റൊരു ഉദ്ദേശത്തിലല്ല ചോദിച്ചത്. അതെങ്ങനെയായിരുന്നു? കക്ഷികളെ ട്രയലിന്റെ സമയത്താണെങ്കിലും കേസിന്റെ എല്ലാ ഘട്ടത്തിലും കംഫർട്ടാക്കി നിർത്തുക, അവർക്ക് കൂടിയും ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന രീതി തന്നെയാണ് സാറിൻ്റെ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ലെറ്റ് സി, നമുക്ക് നോക്കാം എന്താണാവാം എന്നുള്ളത് നോക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് സാർ. ആളൂരിന് ശേഷം ജോളി വളരെ നിരാശയിലായിരുന്നു. ഇല്ല, സാറിൻ്റെ തന്നെ ജൂനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് പ്രശാന്താണ് ഇപ്പോൾ കേസ് നടത്തുന്നത്. കാരണം ആ കേസിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് മുതൽ സാറിനെ അസിസ്റ്റ് ചെയ്യുന്ന, ആ കേസിൻ്റെ എല്ലാ കാര്യങ്ങളിൽ കൂടെ പോയിട്ടുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം. പിന്നെ ഈ ഞാൻ സാറിൻ്റെ ഒപ്പം വന്നതിന് ശേഷമുള്ള വലിയ പ്രമാദമായിട്ടുള്ള കേസുകൾ എന്ന് പറയുന്നത്, ഒന്ന് കൂടത്തായി മർഡർ കേസ്, 2 നരബലി, പിന്നെ ഒന്ന് കൊട്ടാരക്കര ഡോക്ടർ വന്ദനാദാസ് കൊല ചെയ്യപ്പെട്ട കേസ്. ഇത് 3 അതിൽ പ്രത്യേകിച്ച് കൊട്ടാരക്കര വന്ദനാദാസിൻ്റെ കേസിലാണ് അതിൻ്റെ ഒരു ട്രയൽ സ്റ്റേജ് അല്ല, കൊട്ടാരക്കര വന്ദനാദാസിൻ്റെ കേസ് അത് സന്ദീപിന് വേണ്ടിയായിരുന്നു അപ്പിയർ ചെയ്തത്. അത് സെഷൻസ് കോടതിയിൽ വന്നത് മുതൽ അത് ട്രയൽ ഷെഡ്യൂൾ ചെയ്യുന്നവരെ ആ കേസ് മുഴുവനായിട്ടും നോക്കിയത് ഞാനാണ്. വന്ദനാദാസിൻ്റെ കേസ് ട്രയൽ ഷെഡ്യൂൾ ചെയ്യുന്ന ദിവസം സാർ ഇവിടെ ഇല്ല, സാറ് പൂനെയിലാണ്. അപ്പോൾ ഓൾറെഡി ഒരു ബെയിൽ ആപ്ലിക്കേഷൻ സുപ്രീം കോടതിയിൽ പെൻഡിങ് ആണ് ഈ സന്ദീപിന് വേണ്ടി. അപ്പോൾ സാർ അന്ന് അപ്പിയർ ചെയ്യാൻ പറഞ്ഞ് വിട്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു വലിയ മാധ്യമപ്പട തന്നെ ആ കോടതിയുടെ പുറത്തുണ്ട്, കക്ഷി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ട്രയൽ ഞാൻ കോടതിയിൽ കയറുന്നേക്കാൾ മുന്നേ തന്നെ അവർ ബൈറ്റ് എടുക്കുന്നതൊക്കെ എനിക്ക് കാണാം. ഇന്ന് കൊട്ടാരക്കര വന്ദനദാസ് മർഡർ കേസിൽ ട്രയൽ ഷെഡ്യൂൾ ചെയ്യും, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്താ പ്രാധാന്യമായിട്ട് നിൽക്കണം. ഞാൻ അകത്ത് കയറി സുപ്രീം കോടതിയിൽ ബെയിൽ പെൻഡിങ് ആണ്, അപ്പോൾ നമ്പറായിട്ടുണ്ട്, അടുത്ത ദിവസം കൺസിഡർ ചെയ്യും, അപ്പോൾ അതുകൊണ്ട് ട്രയൽ ഷെഡ്യൂൾ ചെയ്യരുത് എന്നുള്ള സബ്മിഷൻ ഒരു മെമ്മോ കൊടുത്ത്, അപ്പോൾ കോടതി അത് ശരിവെച്ചു, തൽക്കാലം ട്രയൽ ഷെഡ്യൂൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, മാറ്റി. അപ്പോൾ ഈ പത്രക്കാരും ആളുകളൊക്കെ വലിയ നിരാശയായി. അന്നപ്പോൾ ഞാൻ ഒരു വർഷം മുന്നെയാണ് ഞാൻ പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ നിറയെ പത്രക്കാർ, ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ വരുന്നത് എന്തായിരുന്നു നമ്മളുടെ വാദം, എന്തുകൊണ്ടാണ് ട്രയൽ മാറ്റി വെച്ചത്, പക്ഷെ അത്രയും പത്രക്കാരെ കണ്ട് അവരെങ്ങനെ ഫേസ് ചെയ്യണം, അവരോട് എന്ത് പറയണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുള്ളത് കൊണ്ട് ഞാൻ ആ കോടതി കഴിയുന്നവരും ഒരു 2 മണി വരെ ആ കോടതിയുടെ അകത്ത് തന്നെ ഇരുന്നു. കാരണം എന്നെ വിട്ടത് കേസ് പറയാനാണ്, ഞാനത് ചെയ്തിട്ടുണ്ട്. പത്രക്കാരെ കാണണോ വേണ്ടയോ എന്നുള്ളതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെ പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ഞാൻ കാണണ്ടാവും തീരുമാനിച്ചു. ഇനിയിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോലീസുകാർ വട്ടോട്ടത്, എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ ഇവർ വട്ടോട്ട് ഞാൻ അവരോട് എന്താ പറയണ്ടേ എന്നുള്ള, കാരണം അവരോട് അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് തന്നെയാണ് അന്ന് ഏകദേശം 2 മണിയോളം ആ കോടതി പിരിയുന്നവരെയും, അല്ലെങ്കിൽ ഇവർ ആ കോടതി പരിസരത്ത് പോകുന്നവരും ഞാൻ ആ കോടതിയുടെ അകത്ത് തന്നെയായിരുന്നു. ആളൂരിനോട് ഇത് പറഞ്ഞിരുന്നോ? ഞാൻ പറഞ്ഞു, പത്രക്കാരുണ്ടായിരുന്നു, അപ്പം നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ അവരോട് ബ്രീഫ് ചെയ്യാറുന്നില്ലേ എന്ന് ചോദിച്ചു. കാരണം ജൂനിയേഴ്സോ അങ്ങനെ പത്രക്കാരെ കാണുന്നതിലൊന്നും യാതൊരു തടസ്സമുള്ള ആളൊന്നുമല്ല. ഞാൻ പറയില്ല, എനിക്ക് ചെയ്യണം തോന്നിയില്ല, വെച്ചാൽ ഓക്കെ, കേസ് കഴിഞ്ഞ് വൃത്തിയായി കഴിഞ്ഞില്ലേ എന്ന് വെച്ചു. കഴിഞ്ഞു, ഓക്കെ. ഈ പെരുമ്പാവൂർ ജിഷ കൊലപാതക കേസ്, കൊലപാതകം നടക്കുന്നു, അതിനുശേഷം ഇങ്ങനെ നമ്മൾ വീഡിയോസ് ഒക്കെ കാണുമ്പോഴും അതിലൊരു ആത്മാവിന്റെ സാന്നിധ്യമുണ്ട്. ജിഷ കേസ് അല്ലെങ്കിൽ ജിഷയുടെ ആത്മാവ് ഇപ്പോഴും ഉണ്ട്, അങ്ങനെ കുറെ നറേറ്റീവുകളുണ്ട്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസിൽ വർക്ക് ചെയ്തു എന്നുള്ള ഒരാള് എന്നുള്ള സ്ഥിതിക്ക്
ജിഷയുടെ ആത്മാവ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിന് കൃത്യമായിട്ടൊരു ഉത്തരം എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ എനിക്കുള്ളൊരു എക്സ്പീരിയൻസ് പറയാം. ജിഷ കേസുമായി ബന്ധപ്പെട്ട ഫയല് നമ്മളുടെ ഓഫീസിലുണ്ട്. അപ്പോൾ നമ്മൾ കേസില്ലാത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ മുമ്പ് നടന്നിട്ടുള്ള വലിയ കേസുകളിലൊക്കെ ഫയലുകളൊക്കെ എടുക്കുകയും വായിക്കുകയും എന്താണ് അതിലെ കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ ഈ പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ആ ഫയൽ എടുക്കുന്ന സമയത്ത് അന്ന് അവിടെയുള്ള എൻ്റെ ഒരു സീനിയർ പറഞ്ഞു, നീ ആ ഫയൽ എടുക്കണ്ട, ആ ഫയൽ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് അത്ര നല്ല ദിവസമായിരിക്കില്ല എന്ന് പറഞ്ഞു. ഞാനത് മുഖവിലക്ക് എടുത്തില്ല. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനത് തുറന്നു. അപ്പം അതിൽ ഫോട്ടോഗ്രാഫ്സും ദെൻ ചാർജ് ഷീറ്റും ഒക്കെ ഉണ്ട്. എനിക്ക് തുറന്നപ്പോൾ തന്നെ എനിക്ക് അത്ര ഒരു പോസിറ്റീവ് ഫീല് കിട്ടിയില്ല. ചിലപ്പോൾ ഫോട്ടോഗ്രാഫ്സിൻ്റെ ഒക്കെ ആയിരിക്കും. ഞാനത് അടച്ചു വെച്ചു. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞില്ല, കോടതിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് പോലീസ് പിടിക്കുക, വണ്ടി കസ്റ്റഡിയിലെടുക്കുക, അതുമായി റിലേറ്റ് ചെയ്ത് ഒരു കാരണവശാലും പോലീസ് അതിന് മുന്നോ അതിന് ശേഷമോ വണ്ടി ഓടിച്ചതിന് എന്നെ പോലീസ് പിടിച്ചിട്ടില്ല. അത് ആദ്യത്തെ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വ്യക്തി പറഞ്ഞല്ലോ അത് ഓപ്പൺ ചെയ്യരുത് പണി കിട്ടും അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അത് പറഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. കോയിൻസിഡൻസ് ആവാം. പക്ഷെ ഈ പറഞ്ഞ വ്യക്തി അത് പറയണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവണമല്ലോ. മൂപ്പർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായേക്കാം. അതെന്താന്ന് എന്നോട് ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടില്ല. ഓഫീസിൽ ഇതിനെ പറ്റി വേറെ സംസാരമൊന്നും ഉണ്ടായില്ല. ഓഫീസിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അത് തുറക്കണ്ട, അത് അത്ര നല്ലതാവില്ല, അത് തുറക്കുന്ന ദിവസമൊക്കെ എനിക്ക് ഭയങ്കര മോശം ദിവസമാണെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. ഞാൻ ഇപ്പോഴും അതാണെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ രാവിലെ വണ്ടി അവിടുത്തെ ഒഫീഷ്യൽസിന് വട്ടം വെച്ചല്ലോ, അതായിരിക്കും. എന്നാലും അത്രയും ഒരു സന്നാഹത്തിൽ തന്നെ പോലീസ് പിടിക്കേണ്ട സ്ഥിതിയൊന്നും ഉണ്ടായില്ലായിരുന്നു. ഈ കേസുകളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു ആളൂര്? കേസുകളെല്ലാം പറ്റി നന്നായി. ജിഷ കേസിനെ പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ജിഷ കേസ് ട്രയൽ സ്റ്റേജ് കഴിഞ്ഞ് അപ്പീൽ സ്റ്റേജ് മുതൽ ഈ പറയുന്ന പ്രതിക്ക് വേണ്ടി മറ്റൊരു വക്കീലാണ് ഹാജരായിട്ടുള്ളത്. നമ്മളുടെ ഓഫീസല്ലായിരുന്നു ആ കേസ് ചെയ്തിട്ടുള്ളത്. കാരണം അറ്റ് എ ടൈം ഒരുപാട് ട്രയലുകൾ ഒരു വക്കീൽ തന്നെ നടത്താന്നുള്ളതിൽ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ എല്ലാ സമയവും കേരളത്തിൽ അവൈലബിൾ അല്ല. മാസത്തിൽ ഒരാഴ്ച 1.5 ആഴ്ചയൊക്കെ ഇവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പല കേസുകളും മറ്റാളുകൾ ഏറ്റെടുക്കുന്ന സ്ഥിതി കൊണ്ടായിട്ടുണ്ട്. ഈ കേസുകളിലെല്ലാം അദ്ദേഹം പറയുന്ന പോലെ ജോലിയാണ്, ഹിസ് എ ക്രിമിനൽ ലോയർ, വന്ന കക്ഷിയാണ്, എന്നാലും ഇവൻ രക്ഷപ്പെടേണ്ട എന്ന് എക്സ്പീരിയൻസ് അങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും? അതിൻ്റെ വേറൊരു പെർസ്പെക്റ്റീവാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കുറ്റം ചെയ്ത പ്രതിക്ക് വേണ്ടി ഹാജരാകുന്ന ആളൊരു വക്കീലിനെയും അല്ലെങ്കിൽ പറയപ്പെടുന്ന ഒരുപാട് വക്കീലുമാരെ പറ്റിയോടെ ചർച്ച ചെയ്യുന്നത്, എസ്പെഷ്യലി ഒരു കാലഘട്ടത്തിൽ ആളൂർ സാറ് മാത്രമാണ്. ഇപ്പോൾ ആരെ പറ്റിയാണ് അങ്ങനെ ചർച്ച ചെയ്യണമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ആളൂരിന് ശേഷം ഇതുപോലെ ഇപ്പോൾ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന, ഇപ്പോൾ ആളൂർ സാറ് നോക്കിക്കൊണ്ടിരുന്ന കൂടത്തായി, ദെൻ നരബലി, അങ്ങനെ പ്രമാദമായ എല്ലാ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അതേ ഒരു റേഞ്ചിലുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ ചർച്ചയാക്കപ്പെടുന്ന ഒരുപാട് കേസുകളും ഇൻസിഡൻസും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വെഞ്ഞാറമൂട് അഫാൻ കേസുണ്ട്. ഇത്തരം കേസുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിലൊക്കെ ആരാണ് അപ്പിയർ ചെയ്യുന്നത്, ആ കേസിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നൊന്നും സൊസൈറ്റിയോ മീഡിയയോ അന്വേഷിക്കുന്നില്ല. അതെന്താ അങ്ങനെ? ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, അതെന്താണ് അങ്ങനെ? അത് എനിക്കൊന്ന് നമ്മള് ആദ്യം പറഞ്ഞു വച്ചൊരു കാര്യമില്ലേ, അന്ന് സൗമ്യ കൊലപാതകം എന്ന് പറയുന്നത് കേരളം വളരെ നടുക്കത്തോടെ കേൾക്കുന്നു. ഗോവിന്ദച്ചാമി എന്നുള്ള ഒറ്റക്കൈന്റെ പേര് വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അഡ്രസ് ഇല്ലാത്തൊരു മനുഷ്യൻ എന്നുള്ള നിലയിലാണ് കേരളം അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് പൂനെയിൽ നിന്ന് ഒരാൾ ഇയാൾക്ക് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യാൻ വരുന്നു, ഇയാളെ രക്ഷിക്കാൻ വരുന്നു എന്നുണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈകാരിക തള്ളിച്ചയില്ലേ, അതിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സൗമ്യ മർഡർ കേസിൽ വേണ്ടിയാണ് ആദ്യമായിട്ട് ആ കേസിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടിയാണ് സാറ് കേരളത്തിലേക്ക് എത്തുന്നത്. അത് എന്തടിസ്ഥാനത്തിലെത്തി, ആര് വക്കാലത്ത് ഏൽപ്പിച്ചു, അത്തരം കാര്യങ്ങളൊന്നും നമ്മളാരുമായിട്ടും സാറ് ഡിസ്കസ് ചെയ്തിട്ടില്ല. കാരണം ഞാനൊക്കെ സാറ് ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി സുപ്രീം കോർട്ടിലെ വിധി അടക്കം കഴിഞ്ഞു ഒരു ക്ലോസ് ആയ ഫയലാണ്. അപ്പോൾ പിന്നെ അതിനെപ്പറ്റിയുള്ള ഡിസ്കഷനോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സാറ് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല. അതുപോലെ ഹസീബ് എന്നോട് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഇന്ന് ആളൂരിനെ പറ്റി സംസാരിച്ചാൽ ഞാൻ ഇന്ന് ആളൂരിനെ സ്വപ്നം ഉറപ്പായിട്ടും. ഞാൻ ഒന്ന് രണ്ട് വട്ടം പുറത്തെവിടെയൊക്കെ പോകുമ്പോൾ സാറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഉറപ്പായിട്ടും
അന്ന് രാത്രി ഞാൻ സ്വപ്നത്തിൽ കാണും. അത് വേറെ മോശമായിട്ടല്ല, നാളെ അവിടെ കേസുണ്ട്, അവിടെ പോകണം, പറ്റില്ല. ഇതിനെയാണോ പേടി സ്വപ്നം എന്ന് പറയുന്നത്? ഞാനതിനൊരു പേരിട്ടിട്ടില്ല. പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറയണം, ഞാൻ അടുത്ത ആളെ ഏൽപ്പിക്കും. ആ ഒരു ലൈനാണ്. എന്ത് സംഭവിച്ചാലും ആർക്കും വഴങ്ങിക്കൊടുക്കാൻ വിധേയപ്പെടാന്നുള്ളൊരു അങ്ങനെയുള്ള ഒരാളല്ല. ഇപ്പോ ഒരുപാട് വാട്സാപ്പ് കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ടാവും, വിളിച്ച് കോളുകൾ ഉണ്ടായിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ ശബ്ദം ഇപ്പോഴും ഉണ്ടോ കയ്യിൽ? ഓഡിയോ മെസ്സേജുകൾ എൻ്റെ ഫോണിൽ വാട്സാപ്പിൽ ഉണ്ടാവും. ഓഡിയോ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ വിളിച്ച് ചീത്ത വിളിക്കുക എന്തായിരിക്കും. ഞാൻ വിളിച്ചാലും നിങ്ങൾ ഫോൺ എടുക്കൂല, കക്ഷി വിളിച്ചാലും ഫോൺ എടുക്കൂല, ഇത് എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞു. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ലീവ് പറഞ്ഞ് എന്തെങ്കിലും ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോയതായിരിക്കും. അതൊന്നും സാറിന് അറിയേണ്ട ആവശ്യമില്ല. 365 ദിവസവും 24/7 ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്, സാർ ഒരു മനുഷ്യന് റെസ്റ്റ് വേണ്ടേ, 24 മണിക്കൂറും ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ പറഞ്ഞു, റെസ്റ്റൊക്കെ മരിക്കുന്ന അന്ന് മുതൽ റെസ്റ്റാണ്, അന്ന് മുതൽ നമുക്ക് റെസ്റ്റ് എടുക്കാം, അതുവരെയും പണിയെടുക്കണം. മുഴുവൻ സമയവും വർക്ക് ചെയ്തിട്ടില്ല. ആളുവിന്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ റെസ്റ്റിലാണ്. അദ്ദേഹം റെസ്റ്റിലാണ്. അത്രയും കാലം ഇവിടെ പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അഡ്വക്കേറ്റ് ഹസീബ് പറയുന്നത് അദ്ദേഹത്തോട് സ്നേഹമുള്ള സാറെന്നും സ്നേഹത്തോടെ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. എപ്പോഴെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ആളോട് ദേഷ്യം തോന്നിയ ഒരു അല്ല, പൊതുസമൂഹത്തിന് സാറിനോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പല ഘട്ടത്തിലും എനിക്കടക്കം എല്ലാ ജൂനിയേഴ്സിനും ഉണ്ടായിട്ടുണ്ട്. ചില കേസുകളിൽ അപ്പിയർ ചെയ്യുമ്പോൾ, ചില കേസുകളിൽ എടുക്കുന്ന സ്റ്റാൻഡിലൊക്കെ. പക്ഷെ പുള്ളിക്ക് പുള്ളിയുടേതായ ന്യായമുണ്ട്, നമുക്ക് നമ്മളുടെ സ്റ്റാൻഡിൽ നിൽക്കാം, അതിനൊന്നും മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. പിന്നെ ദേഷ്യം തോന്നുക എന്ന് പറയുന്നത് ഒരു 8 മണി 8:30 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമായിരിക്കും. അപ്പം പോരുത്, ഒരു കേസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് ദേഷ്യം തോന്നാറുണ്ട്, പലപ്പോഴും ദേഷ്യം തോന്നിയിട്ട് ഞാനൊക്കെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. വിളിക്കാതിരിക്കാൻ അല്ല, വിളിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു ചെല്ലേണ്ടി വരും. ഞാൻ എറണാകുളത്ത് നിന്ന് പോന്ന് എടപ്പള്ളി എത്തിയപ്പോൾ വിളിച്ചിട്ട് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടപ്പള്ളി എത്തി, ഇറങ്ങ്, അടുത്ത വണ്ടി കയറി തിരിച്ചു പോവാം, ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതേപോലെ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഫോൺ ഓഫ് ചെയ്തിട്ട് പോകും. പിന്നെ വീടെത്തിയിട്ട് ഓൺ ചെയ്താൽ മതിയല്ലോ. പിന്നെ ഇതുപോലെ ഇരിക്കും, രാത്രി 9 മണിക്കൊക്കെ വിളിക്കും. വിളിച്ചിട്ട് രാവിലെ 10 മണിക്ക് കാസർഗോഡ് എത്തണം. അവിടെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ നമ്മൾ പോകണം, അവിടെ ആരെങ്കിലും ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, രാവിലെ 10 മണിക്ക് അവിടെ എത്തണം. ബാക്കി അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് വേണമെങ്കിൽ അയച്ചു തരാം, അല്ലെങ്കിൽ ടിക്കറ്റ് നിങ്ങളെടുത്തോ, അതിൻ്റെ എക്സ്പെൻസോ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നാളെ 10 മണിക്ക് അവിടെ എത്തണം. അങ്ങോട്ടേക്കുള്ള ആൻസർ കിട്ടുന്നേക്കാൾ മുന്നേ ആ ഫോൺ കട്ടായിട്ടുണ്ടാവും. അതാണ് ഒരു അവസ്ഥ അവിടുത്തെ. തമാശയൊക്കെ എൻജോയ് ചെയ്യുന്ന, തമാശ പറയുന്ന ഒക്കെ ആളാണ്. പക്ഷേ ജോലി സമയത്ത്, പ്രത്യേകിച്ച് കോടതി സമയത്ത് തമാശയൊന്നുമില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള പ്രൊഫഷനെ അത്രയും സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്, ഭയങ്കരമായിട്ട്. എൻ്റെ അടുത്തൊക്കെ പറയും, നിങ്ങൾക്ക് ഒക്കെ തമാശയാണ്, കേസിന് പോവുക, കേസ് നടത്തുക, ഇത് നിങ്ങൾക്ക് തമാശയാണ്, എനിക്കിത് തമാശയല്ല. ഞാൻ ഭയങ്കര പ്രൊഫഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ എനിക്ക് തമാശ കലർത്താൻ പറ്റില്ല. എൻ്റെ അടുത്ത് പറയും, ഞാനൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫയൽ തൊടാൻ കൊതിച്ചിട്ടുണ്ട്. ഒരു ഫയൽ ആയിട്ട് കോടതിയിൽ പോകാൻ കുറേ കാലം ഒരു ഇൻഡിവിജ്വൽ അപ്പിയറൻസിനൊന്നും എൻ്റെയൊക്കെ കാലത്ത് സീനിയേഴ്സ് അവസരം തന്നിട്ടാണ്. നിങ്ങൾക്കൊക്കെ ഞാൻ ആദ്യം 302-നും 307-നും 376-നൊക്കെ അപ്പിയർ ചെയ്യാൻ ചാൻസ് തന്നതിൻ്റെ സീരിയസ്നെസ് കുറവാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടും. ഭയങ്കരമായിട്ടൊക്കെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് അതൊക്കെ പറഞ്ഞ്. പക്ഷേ എത്ര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതൊക്കെ ആ ഒരു ദിവസത്തിൻ്റെ ആയുസുള്ളതിന്. തൊട്ടടുത്ത ദിവസം പുതിയ കാര്യങ്ങളാണ്, പുതിയ കേസാണ്, പുതിയ കാര്യങ്ങളുടെ പേരിലായിരിക്കും പുതിയ വഴക്ക്. എല്ലാം അന്ന് വൈകുന്നേരം പറഞ്ഞ് സെറ്റിലാവും. അതെ, അദ്ദേഹം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന കേസുകളുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ? ആളൂര് കേസ് അന്വേഷിക്കണം എന്നുള്ള അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആളൂരിൻ്റെ അടുത്ത് വരുന്ന കേസ്, എൻ്റെ ഒരു കേസിൽ ഒരു വക്കീൽ അപ്പിയർ ചെയ്യണം, ഏതിലൊരു വക്കീലിനെ ഏൽപ്പിക്കണം എന്നുള്ളൊരു മനോഭാവത്തിലല്ല ആളൂർ സാറിന് ഒന്ന് കേസ് കൊടുക്കുന്നത്. ഗ്രാജുവലി പേയ്മെൻറ്റ് കൂടുതലായിരിക്കും, അപ്പിയറൻസ് എക്സ്പെൻസ് കൂടുതലായിരിക്കും. അതെല്ലാം അറിഞ്ഞിട്ട്
ആളൂർ സാറിന് കൊണ്ടു കൊടുക്കുന്ന കേസാണത്. സാർ അപ്പിയർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും സാറിൻ്റെ മരണശേഷം ആ കേസുകളെല്ലാം ആ ഓഫീസ് തന്നെ ഹാൻഡിൽ ചെയ്യണം എന്ന് നിർബന്ധമില്ല. ആ കക്ഷികൾ ആ കേസെടുത്ത് അവർക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. എന്നാലും ഒരു കുറച്ചധികം കേസുകളെല്ലാം സാറിൻ്റെ പല ജൂനിയേഴ്സായിട്ടും നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള വലിയ മാറ്റേഴ്സൊക്കെ ഇപ്പോൾ കൂടത്തായി, ദെൻ ഇത് നരബലി, അതെല്ലാം സാറിൻ്റെ തന്നെ ജൂനിയറായിട്ടുള്ള പ്രശാന്ത് എന്നുള്ളൊരു സീനിയറാണ് അതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്.